റോങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് എന്നോട് ചോദിക്കാനേ പാടില്ലായിരുന്നു. പകരം എനിക്ക് ഇഷ്ടപ്പെട്ട നിറം കണ്ടെത്തി എന്നോട് പറയണം. ദാറ്റ് ഐ എക്സ്പെക്ട്. ഇനി ഒരു കാര്യം നമ്മൾ തമ്മിൽ ചോദിക്കില്ല, പക്ഷെ പരസ്പരം കണ്ടെത്തണം. ഒരു ഗെയിം. ഓക്കെ ആണോ? ഓക്കെ. അല്ല, ഫ്യൂച്ചറിലും ഇങ്ങനെ ഗെയിം തന്നെയാണോ നമ്മുടെ പരിപാടി? ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറയില്ല. എങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് ആസ്വദിക്കണം. എവറി സിംഗിൾ മിനിറ്റ് നമ്മൾ ജീവിതം ആസ്വദിക്കണം, ആഘോഷിക്കുകയും ചെയ്യണം. ആ, വിവാഹത്തിന് ശേഷവും ഈ വാക്കുകളൊക്കെ പാലിക്കണം കേട്ടോ. ഭക്ഷണം കഴിക്കുന്നില്ലേ നീ? ആ, ഓക്കെ നവീൻ, ഞാനേ ഡൈനിങ് ടേബിളിലാ. ഓക്കെ, അപ്പൊ നടക്കട്ടെ. വെക്കില്ലേ, ഞാൻ വിളിക്കാം കഴിച്ചു കഴിയുമ്പോ. ഓക്കെ ഓക്കെ. സമയം പാലിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നില്ല. എല്ലാ ചിട്ടകളും നീ മറന്നോ? ഓ സോറി മമ്മി, ഈ നവീനോട് സംസാരിച്ച ചുറ്റുള്ളതൊക്കെ മറന്നുവോ? ഞാൻ കൈ കഴുകിട്ട് വരാം. മാഡം, ഇനിയും ആ ശാപത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാവും. ആളിത്തിരി വടക്കാ. അവളുടെ കെട്ടിയവനില്ലേ, സിറ്റിയിലെ പഴയ ഗുണ്ടയാ. ഇരുമ്പ് സുഖമെന്നാ അവന്റെ പേര്. ഇപ്പം വെട്ടും കുത്തുമാറ്റ് പുതിയ പിള്ളേർ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ടേ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ എനം മൂർഖനാ. ഞാനിപ്പോ കൃഷ്ണമോളോട് പറയായിരുന്നു, ഇനി അവരെ തെരഞ്ഞെടുക്കുന്നത് അപകടമാണ്. മോൾ അവന്റെ പിന്നാലെ നടന്നിട്ട് ആ കാശ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. തിരിച്ചു പോവാണെങ്കിൽ തടിയെങ്കിലും കിട്ടും. എനിക്ക് പോവാൻ പറ്റില്ല. തിരിച്ചു വെറുങ്കയോടെ ചെന്നിട്ട് ഞാൻ എന്റെ അമ്മയോട് എന്ത് പറയാനാ? ചാവാണെങ്കിൽ ചത്തോട്ടെ, തിരിച്ചു പോവാണെങ്കിൽ എനിക്ക് ആ കാശും കൊണ്ട് പോണം. എനിക്ക് എന്റെ അമ്മയല്ലാതെ വേറെ ആരുമില്ല. അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി മരിക്കാലോ. ചേച്ചി, മോളെ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഭാഗ്യക്കുറി വിൽക്കുമ്പോ ഞാൻ എല്ലാരോടും പറയുന്ന ഒരു വാചകമുണ്ട്, ഭാഗ്യം ഏത് വഴിക്കാ വരിക എന്ന്. മമ്മിക്ക് മാഡത്തോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മമ്മിക്ക് മോള് മാത്രമേ ഉള്ളൂ. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. അതിന് എനിക്ക് ദോഷം വരുന്ന കാര്യം എന്താ? നവീനുമായുള്ള ബന്ധം, കളരിക്കൽ തറവാടുമായുള്ള ബന്ധം. ആ തറവാടിനൊരു ശാപമുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ആ കളരിക്കൽ തറവാട്ടിലെ പൂജാരി നേരിട്ടാ. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. നിശ്ചയ ദിവസം പൂജാരിമാര് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു. ഇത് നിസ്സാര ശാപം അല്ല മാഡം. കളരിക്കൽ തറവാട്ടിലെ ഒരു മുറിയില് ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ശാപത്തിനിരയായ സ്ത്രീകളാ. അവരിത് നമ്മളോട് മറച്ചുവെച്ചു. നീ നവീന്റെ വധുവായിട്ട് ആ തറവാട്ടിലേക്ക് പോയാ നിന്നെ കാത്തിരിക്കുന്നതും അതേ ശാപവിധി തന്നെ ആയിരിക്കും മോളെ. നിശ്ചയ ദിവസം അവരുടെ സർപ്പക്കാവ്യം നടന്ന പൂജയില്ലേ, അത് ശാപമോക്ഷത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു. അവരുടെ പൂർവികർക്ക് വീണ ശാപത്തിന് നിന്നെ ഇരയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ മമ്മി? അതെ, പരമമായ സത്യം. എന്റെ മമ്മി, ഈ 2025-ലും ഈ സയന്റിഫിക് യുഗത്തിലും ഇത്ര ഒരു മണ്ടത്തരം മമ്മി വിശ്വസിച്ചല്ലോ. മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. മമ്മിയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അയ്യേ, ഇതാണോ സിത്താര ശ്രീനിവാസ്? മോശം മോശം മോശം. വിശ്വാസങ്ങളെ പരിഹസിക്കരുത് മാഡം. ഓ, അപ്പൊ സിനി ചേച്ചിയാണ് ഇതിന്റെയൊക്കെ കാരണം. കഷ്ടമുണ്ട്. ആ മമ്മി, ഇതുപോലത്തെ ശാപകഥകളൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ശാപകഥകൾക്കും മറ്റും ഭയങ്കര ഡിമാൻഡാ. നമുക്ക് ബിസിനസ് ചെയ്യാന്നേ. വൈകുന്നേരം വരെ ലോട്ടറി വിറ്റ് നടന്നാലേ കയ്യിൽ കിട്ടുന്നത് തുച്ഛ. എന്റെന്നല്ല, ഭാഗ്യം വിൽക്കാൻ നടക്കുന്നവരുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കണ്ടേ? ദുബായ്ക്കാരനല്ലേ. പിന്നെ ഇവിടുത്തെ ചെലവൂടെ നോക്കി വരുമ്പോ കയ്യിലൊന്നും നിക്കില്ല മോളെ. ചേട്ടൻ ലോട്ടറി എടുക്കുന്ന തന്നെ കടമായിട്ടാ. മോളെ, അച്ഛൻ പോട്ടെ, ബാഗ് നമുക്ക് പിന്നെ വാങ്ങാം. ദുബായ് മാമ, ലോട്ടറി വിൽക്കാൻ ഞാനും കൂടെ കൂടട്ടെ? എന്താ മോളി പറയുന്നേ?
മോള് ലോട്ടറി വെക്കാൻ പോവാനോ? അതിനെന്താ, എന്തോരം പെണ്ണുങ്ങളാ വഴിയിൽ ലോട്ടറി വിൽക്കുന്നേ? അതൊന്നും ശരിയാവില്ല. ഇവിടെ പ്രത്യേകിച്ച് നിനക്ക് തരാനൊന്നുമില്ലെങ്കിലും നീ ഞങ്ങളുടെ വിരുന്നുകാരിയാ. അതെ, ഞാൻ എന്തിനാ ഇവിടെ വന്നേ? ആ സുന്ദരിയെ തേടി കണ്ടുപിടിക്കാനല്ലേ? ഉം. ലോട്ടറിയും കൊണ്ട് നടക്കുമ്പോ എനിക്കാ കൂട്ടത്തില് അവരെ നോക്കുകയും ചെയ്യാലോ. എന്തായാലും ഞാനും വരുന്നുണ്ട്. കൃഷ്ണയ്ക്ക് എന്തായാലും ആളെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നിങ്ങൾ കൂട്ടിക്കോ. കച്ചവടം ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ചേച്ചി നോക്കിക്കോ, ഇന്ന് ഞങ്ങൾ കച്ചവടം പൊടി പൊടിക്കും. മാമ വന്നേ. വാ മോളെ. ചേച്ചി പോയിട്ട് വരാം. ഹലോ. കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടൊരു ഹലോ പറയാട്ടോ. സോറി, ഞാൻ ഫോൺ നോക്കാതെ എടുത്തേ. ഓ, അപ്പൊ എന്തോ സീരിയസ് ജോലിയിലാണല്ലോ. ജോലിയിലാണ്. ജോലിക്ക് അങ്ങനെ സീരിയസ് ഇല്ലാത്തത് അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോ ഫ്രീ അല്ല. ഫ്രീ ആണെങ്കിൽ ഫ്രീ ആക്കോ. വൈ നോട്ട്? പക്ഷേ എന്താ ഉദ്ദേശം എന്ന് പറയും. ഒരു ചെറുകിട ഉദ്ദേശമുള്ളൂ. വളരെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന 2 പേര് തമ്മില് ഒന്ന് കാണണം, കുറച്ച് യാത്ര ചെയ്യണം. പറ്റുമെങ്കിൽ വൃത്തിയായിട്ടൊന്ന് പ്രണയിക്കണം. താല്പര്യമുണ്ടോ? ഈ ടൈപ്പ് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് അതിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഹാബോർണായി പോലെ. അയ്യോ, സാറിന്റെ ജോലി മാറ്റിവെച്ചിട്ടൊന്നും വേണ്ടാട്ടോ. തനിക്ക് റെഡിയാവാൻ എത്ര സമയം വേണം? ജസ്റ്റ് 10 minutes. അങ്ങനെയാണെങ്കിൽ 11ാമത്തെ മിനിറ്റില് ഞാൻ തന്റെ മുന്നിലുണ്ടാവും. ഞാൻ തന്നെ പിക്ക് ചെയ്തോളാം. താങ്ക് യു. എന്തായാലും പ്രണയിക്കാൻ വരുമല്ലേ? ഞാനൊന്ന് ഒരുങ്ങിയേക്കാം.